IFPHന്റെ തുടർന്ന് വരുന്ന പരമ്പരയുടെ 1580-ാം ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ പ്രീത എം ഉണ്ണിയാണ്. ഇന്നത്തെ ഡോക്ടറുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ഫാക്കൽറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം ഡോക്ടർ വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ഇന്ന് ഡോക്ടർ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് ക്യാൻസർ ഒരു ഉൾക്കാഴ്ച എന്ന വിഷയമാണ് ഇന്നത്തെ ക്ലാസ്. ഹോമിയോപ്പതി വ്യൂവിൽ എങ്ങനെയാണ് ക്യാൻസറിനെ ഡോക്ടർ നോക്കി കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഡോക്ടർ പ്രീത എം ഉണ്ണിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാൻ ഇതില്ലേ ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കാമോ? ഓക്കെ. ഇന്ന് ഇതിന്റെ സബ്ജക്റ്റ് പറയാൻ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഹെഡിങ് ആണ് കൊടുത്തേക്കുന്നത്. സാധാരണ രീതിയിൽ കേസ് ടേക്കിങ്, കേസ് സ്റ്റഡീസ് ആണ് ഇതുവരെയുള്ള ക്ലാസ്സസിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ക്യാൻസർ ഒരു ഉൾക്കാഴ്ച ഹോമിയോപ്പതിയിലൂടെ എന്ന് തന്നെ പറയാൻ കാരണം, ഇന്ന് കേസ് സ്റ്റഡീസ് വളരെ കുറച്ചേ ഉള്ളൂ. 1, 2, 3 ഒക്കെ കേൾക്കാമോ? പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ശൈല ഡോക്ടർ പലതവണ എന്നോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് മദർ ഇൻ ലോയെ കൈകാര്യം ചെയ്തത്, അല്ലേ? അപ്പൊ ഇന്ന് ഇതിൽ കൂടെ അതിന്റെയും കൂടെ മറുപടി ഞാനങ്ങ് പറയുന്നതാണ്. അപ്പം ഈ ക്യാൻസർ ഒരു ഉൾക്കാഴ്ച എന്ന് തന്നെ പറയാൻ കാരണം 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മളിപ്പം ഈ അടുത്ത ഇടയ്ക്ക് ഒരു 1 വീക്ക് ആയോളം തോന്നുന്നു, റഷ്യൻ സയന്റിസ്റ്റ് ആൻഡ് ഡോക്ടേഴ്സ് അവര് ആന്റി ക്യാൻസറസ് വാക്സിനേഷൻ, അതായത് നമ്മളെ കോവിഡിനൊന്ന് പറ്റിച്ചതാണ്. താമസിയാതെ എല്ലാവർക്കും മനസ്സിലായി, കോവിഷീൽഡോ അല്ലെ കോവാക്സിനോ അല്ലെങ്കിൽ അന്ന് അതിന് ചെയ്ത വാക്സിനേഷന്റെ ഒക്കെ ബാഡ് എഫക്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി അതിനെ നമ്മൾ നിരോധിച്ചു. എന്ന് പറഞ്ഞതുപോലെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഒരു സംഭവമാണ് ആന്റി ക്യാൻസർ വാക്സിനേഷൻ എന്നും പറഞ്ഞ് അവര് പുറത്തോട്ടിറങ്ങുന്നത്. അപ്പൊ അതിനൊരു ഓഫറും ഉണ്ട്, ഫ്രീ ആയിട്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത്, ഇത്രമേൽ ജനസംഖ്യാ പെരുപ്പം ഉള്ള സ്ഥലത്ത്, ഇവിടാണ് ഏറ്റവും നല്ല അതിന്റെ ട്രയൽ എങ്ങനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഈ വാക്സിനേഷൻ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ കൊടുക്കാനാണ് താനും. ഫ്രീ ആണെന്ന് കേട്ടാൽ ഇന്ത്യക്കാരെല്ലാം അത് വാങ്ങിക്കാൻ തയ്യാറാണ് താനും. അപ്പൊ എഗെയിന് ഒന്ന്, കോവിഡിന്റെ സമയത്ത് പറ്റിയതുപോലെ പറ്റാതിരിക്കട്ടെ, അത് ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഒരു ഹോമിയോപ്പതി ഡോക്ടർ തന്നെയാണ് എന്നോട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ക്യാൻസറിന്റെ ഒരു പേഷ്യന്റിന്റെ അവർക്ക് ക്യൂർ ആയി പോയ കാര്യം പറഞ്ഞപ്പം, ഇത്രയും ഫേറ്റലായ, അതായത് ഡെത്ത് എളുപ്പം സംഭവിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന ഒരു ഡിസീസ് ഹോമിയോപ്പതി കൊണ്ട് ഇതങ്ങ് ക്യൂറായി കിട്ടുമോ എന്നൊരു സംശയം ഒരു ഹോമിയോപ്പതി തന്നെ ചോദിച്ചപ്പം, അങ്ങനെ പറ്റത്തില്ലല്ലോ. കാരണം ഒരു അക്യൂട്ട് കേസസോ അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത ക്രോണിക് കേസസോ ഒക്കെ മാത്രം എടുത്തു പോകുക, അല്ലാതെ അതിന് ക്യൂർ കൊടുത്തു പോകാൻ തക്ക രീതിയിലേ ഉള്ളോ ഹോമിയോപ്പതി എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കേസസ് ഒക്കെ എടുക്കാൻ ഭയപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവുകയും കൂടെ ചെയ്യട്ടെ. ഈ ഒരു 2 റീസൺ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ക്യാൻസർ എന്ന് പറയുന്ന, അല്ലെ കാർസിനോമ എന്ന് പറയുന്ന ഈ സബ്ജക്ട് സെലക്ട് ചെയ്യാൻ തന്നെ ഈ 2 റീസൺസ് ആണ് ഉണ്ടായത്. അപ്പൊ ഇതിൽ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹോമിയോപ്പതി ഉണ്ട്, അല്ലാതെ ഉള്ള പല പ്രൊഫഷനിലുള്ള ആൾക്കാർ നമ്മുടെ ഈ IFPH എന്ന് പറയുന്ന സംഘടനയിലുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ കേട്ടൊന്ന് മനസ്സിലാക്കിക്കോട്ടെ.
ഈ ഒരു വാക്സിനേഷൻ ആരെങ്കിലും എടുക്കാൻ അത് തയ്യാറാകുകയാണെങ്കിൽ എടുക്കരുത്. പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ് ആണ് ഏറ്റവും കൂടുതൽ ഓരോരോ വാർഡുകൾ, ഇത് ക്യാൻസർ വാർഡാന്ന് പോലും പറഞ്ഞ് അവർ അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെ ഉണ്ട് ക്യാൻസർ വാർഡ് എന്ന് പറഞ്ഞ് 2-3 വാർഡുകൾ തന്നെ മാറിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പകരാത്ത ഒരു ഡിസീസാണ്. പക്ഷെ ഇത് പടർന്ന് പിടിക്കുന്നത് പോലെ തന്നെ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു റീസൺ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആഫ്റ്റർ കോവിഡ് പറയുമ്പം നമ്മൾ സംശയിക്കുന്നു ആ ഒരു വാക്സിനേഷൻ കോവിഷീൽഡോ അല്ലെ കോവാക്സിനോ ഒക്കെ എടുത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ളവരിലാണോ ഇത് കൂടുതലായിട്ടുണ്ടായത്. അതുപോലെ തന്നെ പല ബോർഡർ ലൈനിൽ നിന്ന് ഡിസീസും ഡയബറ്റസ് ആയിക്കോട്ടെ, ഹൈ BP ഉള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാ ഡിസീസും ആ ബോർഡർ ലൈൻ നിന്നവരൊക്കെ തന്നെ രോഗികളായി മാറിയ ഒരു സംഭവം കൂടെ ഇതിനു ശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വാക്സിനേഷൻ എത്ര നിർബന്ധിച്ചാൽ കൂടെ അത് എടുക്കരുത് എന്ന് പറയാനും കൂടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു സമയം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഊന്നി പറയുന്ന ഒരു കാര്യമാണ് അത്. ഇനി രണ്ടാമത്, ഹോമിയോപ്പതി കൊണ്ട് കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാനായി സാധിക്കും. അതും കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ് ഈ 2 പോയിന്റ് ഞാൻ എടുത്തു പറയുകയാണ്. ധൈര്യപൂർവ്വം എടുക്കാം. ഇപ്പം നമ്മൾ പറയും സ്പ്രെഡ് ഒരു ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണെങ്കിൽ, ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ട്രീറ്റ്. കാരണം എന്ന് വെച്ചാൽ അത് സ്പ്രെഡിങ് ഇല്ല. അപ്പൊ അത് എവിടെ ഇനി ഏത് ശരീരത്തിന്റെ ഏത് പോർഷനിലാണെങ്കിലും അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് ക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രെഡ് ചെയ്ത് പോയി ലാസ്റ്റ് സെക്കൻഡ് സ്റ്റേജോ അല്ലെ തേർഡ് സ്റ്റേജോ അല്ലെ ഫോർത്ത് സ്റ്റേജോ ആയി ഏതൊരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ കയ്യിൽ അത് കിട്ടിയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബോഡി മുഴുവൻ അത് സ്പ്രെഡ് ആയിരിക്കുന്നു, ബ്ലഡിൽ പോയിരിക്കുന്നു. അപ്പൊ എന്തിനാണ് പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എന്തിനാണ് ഭയപ്പെടുന്നത്? അത് ഏതൊരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ കയ്യിൽ എത്തിയാലും ആ ലാസ്റ്റ് സ്റ്റേജിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് പാലിയേഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്ത് അല്ലെങ്കിൽ പെയിൻ ഇല്ലാതാക്കി കൊടുക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏത് സിസ്റ്റം അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു ക്യാൻസറസ് കണ്ടീഷൻ ഉള്ള വ്യക്തി ഒരു ഹോമിയോപ്പത്തിന്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അതിൽ ക്യൂർ കൊടുക്കാൻ നമ്മൾ മാക്സിമം ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിന്റെ അത് തന്നെയാണല്ലോ, ക്യൂർ ആണ് നമ്മൾ നോക്കുന്നത്. കൊടുക്കാൻ പറ്റിയ കേസസിനെല്ലാം ക്യൂർ കൊടുക്കുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ വളരെ ലേറ്റർ സ്റ്റേജിലേക്കാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതെങ്കിലും അവർക്ക് അപ്പോഴും ആവശ്യമുള്ള അവരുടെ ആ സിംറ്റംസ്, പ്രത്യേകിച്ച് പെയിൻ, അതില്ലാതാക്കാനുള്ള മെഡിസിൻസ് കൊടുത്ത് അവരെ മാക്സിമം സൂത്ത് ചെയ്ത് അവർക്ക് ബാക്കിയുള്ള ശിഷ്ടകാലം പെയിൻ ഇല്ലാത്ത രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും പോകാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി പതോളജിക്കലി അറിയാമല്ലോ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ ഗ്രോത്ത്, അതായത് സെൽസിനകത്ത്, ഞാനിത് പറയാൻ കാരണം തന്നെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ കൂടാണ് പോകുന്നത്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ കണ്ട് അത് ട്രീറ്റ് ചെയ്യുക എന്ന് മറ്റുള്ളവർക്ക് പറയണം. അതിനുവേണ്ടിയാണ്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ഞാൻ അത് കാരണം പതോളജി കൂടെ പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അബ്നോർമൽ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് നടക്കും, മച്ചുറേഷൻ അവിടെ നടക്കുകയില്ല. അത് ആ ജീനിലുള്ള ചില മ്യൂട്ടേഷൻസ് വരുന്നതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളി ദർ ഇസ് നോ മച്ചുറേഷൻ എന്നുള്ളത്. ഒരു സെൽസ് മച്ചുർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അബ്നോർമാലിറ്റി കാണിക്കുകയും അടുത്തടുത്തിരിക്കുന്ന സെൽസിനെ ഇതേ രീതിയിൽ തന്നെ മച്ചുറിറ്റി അവർക്ക് കൊടുക്കാത്ത രീതിയിലാക്കി എടുക്കാനും ഈ മച്ചുവേർഡ് അല്ലാത്ത സെൽസ് ട്രൈ ചെയ്യും. അങ്ങനെയാണ് ഇത് സ്പ്രെഡിങ് ഉണ്ടാകുന്നത് തന്നെ. അത് നമുക്കറിയാം, ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. ആ ഒരു ടെൻഡൻസി, അതായത് ഹോമിയോപ്പതി മെഡിസിന് സാധിക്കുന്ന ഒരു കാര്യമാണ് ആ ടെൻഡൻസി കൂടി ഇല്ലാതാക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ ഞാൻ ഓരോ സിസ്റ്റം അത് പറയുന്നത് കൊണ്ട് അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് എടുത്ത് പറയുന്നത്. അലോപ്പതി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവരത് ഗ്രോത്ത് നിൽക്കുന്നിടത്ത് സർജിക്കൽ റിമൂവൽ ആദ്യം അതാണ് ചെയ്യുന്നത്. ആ സർജിക്കൽ റിമൂവ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ വിത്തൗട്ട് മച്ചുറിറ്റി സെൽസിന് ഇല്ലാതെ ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ചേഞ്ച് ബോഡിയിൽ നിന്ന് മാറുന്നില്ല. അപ്പൊ വീണ്ടും വീണ്ടും വേറെ വേറെ പോർഷനിൽ ഇതുപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പൊ സർജറി എന്ന് പറയുന്നത് അതിനൊരു ഫൈനലായിട്ടുള്ള ഒരു ക്യൂർ അല്ല. ഇനി ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, അത് നീക്കം ചെയ്തു. എന്നാലും ക്യാപ്സുലേറ്റഡ് ആയിട്ടാണെങ്കിലും വീണ്ടും എന്താണ് ബോഡിയിൽ ഈ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം എന്നുള്ള ആ കാരണത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ ആ കാരണത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. നമുക്കറിയാം ധാരാളം മെഡിസിൻസ് ഉണ്ട്.
അപ്പൊ ആ മെഡിസിൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്ത് കൊടുക്കുക. വളരെ സേഫ് ആയിട്ട് അത് സാധിക്കുകയും ചെയ്യും. ഇത് ഒരു പേഷ്യന്റ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവര് ദുബായിലാണ്. അപ്പൊ ഈ പേഷ്യന്റിന്റെ 2 കുട്ടികൾക്കുള്ള ട്രീറ്റ്മെന്റിനാണ് ആദ്യം എൻ്റെ അടുത്ത് വരുന്നത്. അവർക്ക് അലർജീസ് ആയിരുന്നു, സ്കിൻ അലർജിയും ആസ്മയും ഉള്ള 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ ഇതുങ്ങളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഇവർ വരുമ്പം എന്നോട് ഏകദേശം ഒരു 2.5 years ബിഫോർ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പറഞ്ഞിരുന്നു, എനിക്ക് പാൻക്രിയാറ്റിക് ട്യൂമറാണ്, അത് റിമൂവ് ചെയ്തു, 5 പ്രാവശ്യം കീമോതെറാപ്പി ചെയ്തു എന്നവർ പറഞ്ഞു. അപ്പം അവർക്ക് ബിലീഫ് ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കീമോതെറാപ്പിയും കഴിഞ്ഞ് എനിക്കൊരു കംപ്ലീറ്റ് ക്യൂർ ആകും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അന്ന് പ്രത്യേകിച്ച് എന്താ അതിന്റെ ബാക്കി ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഈ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് എടുത്ത് പോയി. അതിനുശേഷം ഒരു 6-7 months കഴിഞ്ഞപ്പോൾ ഇവർ മാത്രമായിട്ട് തിരിച്ചു വന്ന് വീണ്ടും കീമോ 2-3 കീമോ എടുത്തു. അതായത് അത് സ്പ്രെഡ് ചെയ്തിരിക്കുക, ലിവറിനോട്ട് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് ഇവർ തിരിച്ചുപോയി. വീണ്ടും ഇവർ വന്ന് എഗെയിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കുറച്ച് പോർഷൻസിലോട്ട് ഇത് സ്പ്രെഡായി. അങ്ങനെ നിന്നപ്പോഴാണ് അവരുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എല്ലാം പറഞ്ഞു, ഇതിങ്ങനെ ഓരോരോ പോർഷനിൽ വരിക, അവിടെ റിമൂവ് ചെയ്യുക, കീമോ ചെയ്യുക, അല്ലെ റേഡിയേഷൻ ചെയ്യുക, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. കുട്ടികളെ കാണിച്ച ആ ഡോക്ടറിനെ തന്നെ കാണിച്ചിട്ട് എന്താ ഇതിന്റെ തീരുമാനം. അപ്പൊ ഇവർക്ക് ഈ 3rd ടൈമിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അതുവരെയുള്ള ഹിസ്റ്ററി മുഴുവൻ എനിക്ക് വാട്സപ്പിൽ അവരുടെ സെൻഡ് ചെയ്യുകയും അതുകൂടാതെ അപ്പോഴത്തെ അവസ്ഥ എന്നോട് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ ലേഡി എന്നോട് ചോദിച്ച ഒരു കാര്യം, ഡോക്ടർക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആകപ്പാടെ ആ കുട്ടിക്ക് അറിയാവുന്ന സർജറിയും കീമോയും മാത്രമാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നേരിട്ട് ക്ലിനിക്കിലേക്ക് വാ എന്നവരോട് പറഞ്ഞു. വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇത്രയും വർഷവും ഈ ഒരു ഏകദേശം 2 years ഈ സർജറി ചെയ്യുന്നു, ഈ കീമോ ചെയ്യുന്നു, വീണ്ടും 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 ഇത് സ്പ്രെഡായി ഒരു നല്ല സെൽസിൽ കൂടാണ് വീണ്ടും ഓരോരോ പോർഷൻ മാറി മാറിയാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെ അതിനെ ക്യൂർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് എങ്ങനെയാണ് ആ കീമോ എന്നും എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ കിട്ടുന്ന ക്യൂർ എന്നും ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പോഴാണ് അറ്റ് പ്രസന്റ് ആണ് ആ ട്രീറ്റ്മെന്റിൽ എൻ്റെ അടുത്തിരിക്കുന്നത്. ഓൾറെഡി സ്പ്രെഡായി ബ്ലഡിലോട്ട്, ബോൺ മാരോയിലെ ചെറുതായിട്ട് അവർക്ക് ഇതിന്റെ വീണ്ടുമുള്ള റീഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാലും മാക്സിമം ഇപ്പൊ 2 months ഉള്ളു ജീവൻ എന്ന് പറഞ്ഞാൽ 4 months ആക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അന്ന് ആ തുടക്കത്തിൽ തന്നെ വന്ന് ആ സമയം തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായിട്ട് ഇത് പോയേനെ. അപ്പം ഓരോരുത്തരുടെയും സംശയം അതാണ്. അങ്ങനെയുള്ള ക്യാൻസർ കണ്ടീഷനുമായിട്ട് അവർ വരുവാണെങ്കിൽ ആ സെർലിയസ്, പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറയുന്നത്, കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്, അറിയുന്ന ആ നിമിഷം തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് തുടരുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ചില റീജിയനിലൊക്കെ ഉള്ളത് റെക്ടൽ ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ സെൽസ് വളരെ ഫ്ലാറ്റൻഡ് ആയിരിക്കും ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോഴും. അപ്പം ഒരു സ്കാനിങ്ങിലോ ഒന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മിക്കവാറും റെക്ടൽ ട്യൂമേഴ്സ് 3rd സ്റ്റേജിലേക്ക് പോയതിന് ശേഷമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം പാൻക്രിയാസ്. ഈ പാൻക്രിയാറ്റിക് ട്യൂമർ, പാൻക്രിയാസ് ഒന്നാമത് ബിഹൈൻഡ് ആ ലിവറിന്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഒരു സ്കാനിങ്ങിലൊക്കെ അതിൻ്റെ അകത്തെ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ സിംറ്റംസ് കൂടുമ്പോഴാണ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ നിസ്സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിസീസിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ ഞാൻ ഓരോരുത്തരും ഒരു പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ്, അതായത് അദ്ദേഹത്തിന് ഒരു 10-75 വയസ്സായി. പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡില് 2ലും ഉണ്ട് ട്യൂമർ ഫോം ചെയ്തു. പക്ഷെ അത്
ലക്കിലി അത് ക്യാപ്സുലേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് അത് സ്പ്രെഡിങ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തെടുത്തുനിന്ന് ഞാൻ അവരുടെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലാണ്. പിറ്റേ ദിവസം തന്നെ സർജറി എന്നുള്ളത് അവർ തീരുമാനിച്ചപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു സെക്കൻഡ് ഒപ്പീനിയന് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനോട് ഒന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സർജറി നടത്തുന്നതോ ഫർദർ ട്രീറ്റ്മെന്റ് നടത്താനോ യാതൊരു വിധവുമായ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അപ്പം യൂറിൻ ഒട്ടും, കാരണം പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് രണ്ടും വീർത്ത് നിൽക്കുന്നത് കൊണ്ട് യൂറിൻ ഒരു ഡ്രോപ്പ് പോലും താഴേക്ക് പോകത്തില്ല. വളരെ അതും നല്ല പെയിന്, യൂറിൻ പുറത്തേക്ക് പോകാത്ത അവസ്ഥയിൽ സിവിയർ ആയിട്ടുള്ള പെയിനാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇയാൾക്ക് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് രണ്ടുപേര് മക്കൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിങ്ങനെ ഈ ഒരു അവസ്ഥയാ പറയുന്നത്, ഫാദറിന് സർജറി നടത്താൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല പെയിന്, കാരണം ഇത്രയും ഇത് ഒരു ഗ്രോത്ത് ഇത്രയും വന്ന് ഒരു ശകലം പോലും സ്ഥലമില്ല യൂറിന് പുറത്തേക്ക് പോരാനായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സർജറി ചെയ്യാതിരുന്നാൽ എത്ര ദിവസമാണ് ഈ ട്യൂബ് നിങ്ങൾ, കാരണം ഒരു 10 days കഴിഞ്ഞിട്ട് ആ ട്യൂബ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാകും. അപ്പൊ എത്ര ദിവസം നിങ്ങൾക്ക് ഇതിങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് സർജറി വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ചെയ്തിട്ട് അതിനുശേഷം കീമിയോ റേഡിയേഷൻ ഒന്നും വേണ്ട, ബാക്കി ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഡോക്ടർ ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളത് വന്നപ്പോൾ ശരി, ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഒരു ഡിസ്ചാർജ് ചെയ്തു. എനിവേ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് 10 days കഴിഞ്ഞപ്പോഴത്തേന്, അതുവരെ യൂറിൻ ട്യൂബ് ഇട്ടിരിക്കുകയാണ്, 10 days കഴിഞ്ഞപ്പോഴത്തേന് ആ യൂറിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നേഴ്സ് വന്നപ്പോഴത്തേന് ആ ട്യൂബ് മാറ്റുകയല്ല, യൂറിൻ അതുപോലെ തന്നെ താഴേക്ക്. അപ്പം ആ ഒരു 10 days കൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നു. ആ കുറവ് കിട്ടിയത് കൊണ്ടാണ് യൂറിൻ പാസ് ചെയ്ത് പോകാനായിട്ട്, യൂറിത്രയിൽ കൂടെ യൂറിൻ പാസ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് അത്രയും സ്പീഡില് ഒരു സർജറി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ആ ഒരു ഇത്രയും മണിക്കൂർ, 1-2 അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആയിരിക്കും, അതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ യൂറിൻ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഇത് എത്ര ദിവസം എടുത്ത്, ചിലപ്പോൾ 1-2 ദിവസം എടുത്ത് കാണത്തുള്ളൂ. ട്യൂബ് മാറ്റാനുള്ള 10 days-ന്റെ ആ താമസം വന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാനത് പറയാൻ കാരണം, അത്ര സ്പീഡിൽ തന്നെ നമുക്ക് ചേഞ്ചസ്, ഇനി 100% അങ്ങ് മാറിയില്ലെങ്കിലും ആ സ്ലോലി എന്ന് പറയാൻ പറ്റത്തില്ല, അത്ര സ്പീഡിലാണ് അതിന്റെ ക്യൂർ കിട്ടുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു പോയിന്റിലേക്ക് വരാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ അത് പിന്നെ വർഷങ്ങളായി ട്രീറ്റ്മെന്റ് കൊടുത്തു. കംപ്ലീറ്റ്ലി ഓൾറെഡി സ്കാനിങ്ങിലോ ബയോപ്സിയിലോ ഒക്കെ കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടാണ് ആ വ്യക്തിയുടെ ആ ഒരു ഡിസീസ് മാറി കിട്ടിയത്. വളരെ ഈവൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നമുക്കറിയാമല്ലോ പ്രിവെന്റീവ് ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് പ്രിവെന്റീവ് മെഡിസിൻസും കൂടെ നമ്മൾ കൊടുക്കണം. അവർക്ക് പെട്ടെന്നാണ് ആരോഗ്യാവസ്ഥയിലേക്ക് വരാൻ സാധിച്ചതും ഒരു ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഒന്നും കൂടാതെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, കീമോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് എഫക്ട്സ് എന്തൊക്കെ എന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഡിസീസില് ഫസ്റ്റ് വരുമ്പോൾ അവയർനെസ് മാത്രം, എന്തെല്ലാമാണ്, എങ്ങനെ ഡിസീസ് ഉണ്ടാകുന്നു, ഏത് രീതി ട്രീറ്റ്മെന്റ് ഉണ്ട്, മറ്റുള്ള ട്രീറ്റ്മെന്റിന് പോയാലുള്ള ബാഡ് എഫക്ട്, ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ആ ട്രീറ്റ്മെന്റിലേക്ക് വരാനായിട്ട്. അപ്പൊ ഈ കീമോ എന്ന് പറയുന്ന ഒരു കാര്യം, ഇനി ഞാൻ അതിന്റെ കാര്യം കൂടെ പറയാം. മരുന്ന് ഉപയോഗിച്ച് നമുക്കറിയാമല്ലോ, അത് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് കീമോതെറാപ്പിയിലെ. അത് ക്യാൻസർ സെൽസിനെ കൊല്ലുക അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് സ്ലോ ആക്കുക എന്നാണ് ആ ഒരു കീമോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവെന്റ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കീമോ ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും വരുന്ന ബാഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാല് ആ അടുത്ത് നിൽക്കുന്ന ഹെൽത്തി ആയിട്ട്, അതായത് നോർമൽ സെൽസിനെയും കൂടെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ഈ 2 ട്രീറ്റ്മെന്റും വീണ്ടും നമുക്ക് ക്യാൻസർ വീണ്ടും ബോഡിയിൽ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടാണ്. അപ്പൊ ആ നോർമൽ സെൽസിനെ അബ്നോർമൽ ആക്കി മാറ്റുന്നത് കൊണ്ടാണ് അതിന്റെ ബാഡ് എഫക്റ്റ് ആണ് കൂടുതലും പുറത്തേക്ക് കാണുന്നത്. അവിടെ വരുന്ന അങ്ങനെയുള്ള ബാഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റും വരുന്ന അവസരത്തില്
ഓവറോൾ ഹെൽത്തിൽ തന്നെ, കാരണം കെമിക്കൽസ് ആണ് ചെല്ലുന്നത്, അവർ വളരെയധികം ടയേർഡ് ആകുകയും വേഗമാണ് അവർക്ക് ഇൻഫെക്ഷൻ, കാരണം ഇമ്മ്യൂണിറ്റി ഡൗൺ ആകും, 0 ലെവലിലേക്ക് തന്നെ പോകും. എന്തെങ്കിലും ചെറിയ ഒരു ഡിസീസ് പോലും, ഈവൻ ഒരു കോൾഡ് തന്നെ ആണെങ്കിലും വളരെ പെട്ടെന്ന് പിടിപെടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. കാരണം ഇമ്മ്യൂണിറ്റി 0-യിലാണ് നിൽക്കുന്നത്. ഈ ആഫ്റ്റർ കീമോ എന്ന് പറയുന്ന, കീമോ ആണെങ്കിലും റേഡിയേഷന്റെ 2 കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കൂടുതലും സ്റ്റേജസ് ഓഫ് ക്യാൻസർ, അതായത് 3rd സ്റ്റേജിലൊക്കെ പോകുമ്പോഴത്തേന് ഈ കീമോ മെഡിസിൻസ് അളവ് വളരെയധികം കൂടും. അത് ബോഡിയിൽ എത്രമാത്രം എമൗണ്ട് കൂടുതലാകുന്നോ അത്രമേൽ നമ്മളുടെ ഹെൽത്ത്, അതായത് സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങളും, അടുത്ത് നിൽക്കുന്ന സെൽസിനെയും കൂടെ നശിപ്പിക്കുന്നുണ്ട്. ആ സെൽസും വീണ്ടും ഫോം ചെയ്ത് അതിന്റെ ബാഡ് എഫക്റ്റ് ഒരുപാട് വരികയും അത് വീണ്ടും ഒരു ക്യാൻസറസ് കണ്ടീഷൻ, അതായത് എസ്പെഷ്യലി റേഡിയേഷനിൽ ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യും. ഇത് ബോഡിയിലുള്ള എല്ലാ സെൽസിലും ഇതിന്റെ നെഗറ്റീവ്, അതായത് ഇമ്പാക്റ്റ് ഉണ്ടാകും. എന്നാലും എസ്പെഷ്യലി ഡൈജസ്റ്റീവ് ട്രാക്റ്റില്, അതായത് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ തന്നെ ആണെങ്കിലും കീമോതെറാപ്പി ചെയ്യുമ്പം ആ ബോഡി ഫുള്ളും ആ മെഡിസിൻസ് പോകുന്നത് കൊണ്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ഉണ്ടാകുന്ന മ്യൂക്കസ് മെമ്പറിന്റെ ഷെഡിങ്, അവർക്ക് ഡയറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ, അതായത് അൺകൺട്രോൾഡ് ആയിട്ടായിരിക്കാം അവരുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ ബോഡിയിൽ നമ്മൾ ന്യൂട്രിയൻസ് ഒന്നും തന്നെ അബ്സോർഷൻ നടക്കുന്നില്ല. അങ്ങനെയും കൂടെ നമ്മുടെ ഹെൽത്ത് വളരെയധികം താഴ്ന്നു പോകാനുള്ള ഒരു അവസ്ഥയും, ഇമ്മ്യൂണിറ്റി 0 ലെവലിലേക്ക് വരാനുള്ള ഒരു അവസ്ഥയും ഇത് രണ്ടും കൊണ്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഹെയർ ഫോളിക്കിൾസിൽ, അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരിലും അത് അനുഭവസ്ഥരാണ്. ആഫ്റ്റർ കീമോ എല്ലാം തന്നെ ഹെയർ എല്ലാം പൊഴിഞ്ഞു പോയിട്ട്, അപ്പൊ അവർ പറയും വളരെ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാകും എന്ന് പറയും. ശരിയാണ്, റീഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഹെയർ മുഴുവൻ പൊഴിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ. ബോൺ മാരോയില് സെല്ല് ഈ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ വളരെ വേഗം മൾട്ടിപ്ലൈ ചെയ്യുകയും സെൽസ് ഇതിന് ശേഷം, കീമോയ്ക്ക് ശേഷം അത് മച്യൂറിറ്റി ഇല്ലാത്ത രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നു പോകാനും സാധ്യത കാണുന്നുണ്ട്. മൗത്തിൽ സോർസ് ഉണ്ടാകുക, വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന, അവർക്ക് അവിടുത്തെ സെൽസ്, ഇപ്പൊ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് പറയുമ്പോൾ മൗത്ത് മുതലാണല്ലോ തുടങ്ങുന്നത്. മ്യൂക്കസ് മെമ്പറൈൻ കൂടുതലും ഉരിഞ്ഞുരിഞ്ഞ് അങ്ങനെ പോവുകയും ഭക്ഷണം പോലും കറക്റ്റായിട്ട് കഴിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മൗത്ത് സോർ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇൻഫെർട്ടിലിറ്റി, അതായത് ഓവറി, സ്ത്രീകളിലാണെങ്കിൽ ഓവറി പെട്ടെന്നാണ് നശിച്ചു പോകുന്നത്. അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതായിട്ട് പുരുഷന്മാരിലും അത് കാണാറുണ്ട്. സ്ത്രീകളുടെ ഓവറി വളരെ അങ്ങനെ നശിച്ചു പോയ ഒരു കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് കാരണം. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിലും ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. റെഡ് ബ്ലഡ് സെൽസ്, RBC വളരെയധികം താഴ്ന്നു പോയിട്ട് ഇവർക്ക് അനീമിയ, ആ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാകാം, ചെസ്റ്റ് പെയിന്, റാപ്പിഡ് ഹാർട്ട് റേറ്റ് ഉണ്ടാകാം, ഫാറ്റിഗ്, പെയിൽ സ്കിന്ന്, അനീമിക് ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റത്തില് ഇതിന്റെ ബാഡ് എഫക്റ്റ്, കീമോതെറാപ്പിയുടെ ബാഡ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. WBC കുറഞ്ഞു പോകുന്നത് കൊണ്ട്, WBC ആണല്ലോ നമ്മുടെ ബോഡിയിലെ ആന്റിബോഡി ആയിട്ട് വർക്ക് ചെയ്ത് ഒരു ഫൈറ്റിംഗ് ഏജന്റ് ആണ്, അതായത് ഇൻഫെക്ഷനെ തടയുന്ന ഒരു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെല്ലാണ് WBC എന്ന് പറയുന്നത്. അത് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ വേഗം ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഇമ്മ്യൂണിറ്റി ലെവൽ താഴ്ന്നു പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞിട്ട് ക്ലോട്ട് ചെയ്യാതെ, അതാണ് കൂടുതലും മൂക്കിൽ കൂടെയും ഒക്കെ ബ്ലീഡിങ് ഉണ്ടാകുകയും, ക്ലോട്ട് ചെയ്യാനുള്ളത് വളരെയധികം ആ ക്ലോട്ടിംഗ് ടൈമിനെ ലേറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, അതായത് പ്ലേറ്റ്ലെറ്റ് സെൽസ് നശിച്ചു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ സ്കിന്നിലാണെങ്കിലും റെഡ് സ്പോട്ട്സ് ഉണ്ടാകുക, അതായത് സ്കിന്നിന്റെ നേരെ അടിയിൽ ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് ബോഡി ഫുള്ളായിട്ടും ക്ലോട്ട് ചെയ്യാനുള്ള അവസ്ഥ കുറയുമ്പോഴത്തേന് ബ്ലീഡിങ് ഏത് ഭാഗത്താണേലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെർവസ് സിസ്റ്റത്തിലും മസ്കുലർ സിസ്റ്റത്തിലും ഈ ഒരു മെഡിസിൻ ചെന്നിട്ട് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇമോഷൻസ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇത് കടന്നിട്ട്
തോട്ട്സ്, അതുപോലെ ഇമോഷൻസ്, കോർഡിനേഷന്, ലോസ് ഓഫ് മെമ്മറി ഉണ്ടാകാം, ലോസ് ഓഫ് കോൺസെൻട്രേഷൻ ഉണ്ടാകാം. കീമോ ബ്രെയിൻ എന്ന് തന്നെയാണ് അത് പറയുന്നത്. ആഫ്റ്റർ കീമോതെറാപ്പിക്ക് ശേഷം ഉണ്ടാകുന്നത്. ഞാനത് ഒരു കേസ് എൻ്റെ അടുത്ത് വന്ന ഒരു പയ്യൻ, അന്ന് അവന് 13 വയസ്സാണുള്ളത്. ബ്രെയിനില് സെർബ്രത്തിലായിരുന്നു കാർസിനോമ ഡിറ്റക്ട് ചെയ്തത്. അപ്പം അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്തു. അതായത് ഏകദേശം 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവന്റെ ഈ ബ്രെയിനിലെ സെർബ്രത്തിലെ ഈ ഒരു ഗ്രോത്ത്, അതായത് ക്യാൻസറസ് കണ്ടീഷൻസ്, ഈ ബ്രെയിൻ ഉണ്ടെന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്തിട്ട് ആദ്യം അവര് അതിന്റെ ഹാഫ് പോർഷൻ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി നിൽക്കുന്ന സെൽസിൽ പിന്നെയും, കാരണം അവിടുന്ന് ഒരുമിച്ച് അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. വീണ്ടും ഇവന് ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോഴത്തേന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവന്റെ ബ്രെയിനിന്റെ കുറച്ച് നിൽക്കുന്ന പോർഷന്റെ പകുതി, അപ്പോഴും ബാക്കിയുള്ളതിന്റെ ഹാഫ് പോർഷൻ അവിടെ ഉണ്ട്, മാത്രം റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോൾ വലതു ഭാഗം മുഴുവനും തളർന്നു പോയി. വലതു ഭാഗം തളർന്നു പോയെങ്കിലും കുറെയൊക്കെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തോട്ട് ബുദ്ധിമുട്ടാണ് നടക്കാനെങ്കിലും ഒരുമാതിരി പിടിച്ചാൽ നടക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. വീണ്ടും ഇവന് ഡിസീസ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇതെടുത്ത് ബാക്കി ഇരിക്കുന്ന സെൽസ് കൂടെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അവന് ബോഡി ഫുള്ള് പാരാലിസിസ് വരും എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊന്നും തന്നെ ചെയ്യാന് സാധിക്കുന്നില്ല ഈ കുട്ടിയെ. കാരണം പാരാലിസിസ് ഇത്രയും നടന്നിട്ട് തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എന്നെക്കാളും നല്ലത് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുന്നതല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇവന്റെ ഈ സ്കാനിങ് റിപ്പോർട്ടും അതുവരെയുള്ളത് എല്ലാ സംഭവവും കാണിച്ചു. കാരണം ഭൂരിഭാഗം ഇങ്ങനെയുള്ള ഡിസീസുകാർ വരുന്നത് അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാത്ത ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ അടുത്ത് വന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ബയോപ്സിയും കഴിഞ്ഞ് എല്ലാവിധ കാര്യങ്ങളും, കാരണം ഈ ഒരു ഡിസീസ് ഭയപ്പെടുന്നതാണല്ലോ, കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത റിപ്പോർട്ട് മുഴുവനും കൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ആയിട്ടാണ് വരുന്നത്. അപ്പം നോക്കിയപ്പം ഇവന്റെ ഈ സെൽസ് അവരത് കാണിക്കുന്നുണ്ട്, ഗ്രോത്ത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഈ കുട്ടിക്ക് ഒരു ദിവസം 10 മുതൽ 17 പ്രാവശ്യം എപ്പിലെപ്സി വരുമായിരുന്നു. ഫിറ്റ്സ് പോലെ ഇവന്, കാരണം ബോഡിയിലെ തുടക്കം മുതലേ അവന് അതായിരുന്നു കംപ്ലൈന്റ്. തലകറക്കമുണ്ട്, തലവേദനയുണ്ട്. ഈ കുട്ടിക്ക് ഈ ബ്രെയിനിന്റെ ഈ ഒരു പ്രശ്നം, ഞാനിപ്പം സെറിബ്രൽ നമ്മളിതിപ്പോ പറഞ്ഞു കീമോ ബ്രെയിൻ എന്ന് തന്നെ പറയുന്നതെന്ന്. അപ്പം ആ ഒരു സംഭവം ആയതുകൊണ്ട് അവന്റെ കഴിയുന്നത് കോർഡിനേഷൻ, സംസാരിക്കുമ്പം നമ്മൾ ചോദിക്കുന്നതിനല്ല ആൻസർ, അവൻ അതിന്റെ അടുത്തൂടൊക്കെ പോകത്തക്ക രീതിയിലുള്ള ആൻസർ ചെയ്യുക. എന്താ ഇപ്പൊ പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ. ഇമോഷണലി പെട്ടെന്ന് അവന് ദേഷ്യം വരിക, കൺട്രോൾ ചെയ്യാൻ വയ്യ. കരച്ചില്ലാന്നെങ്കിലും ആകെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ ആദ്യം തന്നെ അവന്റെ ആ എപ്പിലെപ്സി ആദ്യം നിർത്തണം, അവന്റെ തലവേദന ഒന്ന് നിർത്തി കൊടുക്കണം. ഈ തലവേദനയുടെ ഇതൊക്കെ കൊണ്ടാണ് ഇവന് വളരെയധികം കോപം ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പൊ ആ കംപ്ലൈൻസ് എല്ലാം തന്നെ ഒന്ന് കുറച്ചു കൊടുത്താൽ തന്നെ ഇവൻ നോർമലായിട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റും ബാക്കി കാര്യങ്ങളിലും സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തെളിവ് സഹിതം എനിക്ക് കിട്ടി. കാരണം ട്രീറ്റ്മെന്റ് തുടർന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫിറ്റ്സ് വന്ന് ഇവന് മയങ്ങി അങ്ങ് വീണിട്ടാണ് ഇവന്റെ ആ ബുദ്ധിമുട്ടുകൾ. പിന്നെ അതേ തുടർന്നാണ് വലിയ തലവേദന ഉണ്ടാകുന്നത്. അതൊക്കെ തന്നെ ഈ കുട്ടിക്ക് കുറഞ്ഞു. ഉറക്കത്തിലും ഒക്കെ ഇവന് ഫിറ്റ്സ് വരുമായിരുന്നു. കുറേ എല്ലാം മാറി, തലവേദന മാറി, തലചുറ്റല് മാറി. പിന്നെ ഇവൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ കാണും, എന്നാലും പിടിക്കാതെ നടക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ക്ലിനിക്കിലോട്ട് വരാൻ തുടങ്ങി. ട്രീറ്റ്മെന്റ് എനിവേ അവന് ആ 13-ാം വയസ്സിൽ 8-ാം ക്ലാസ്സിൽ വരെ കഷ്ടിച്ച് പോയിട്ടുള്ളൂ. പിന്നെയും ഏജ് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം തുടർന്ന് ആ ബുദ്ധിമുട്ടുകളൊക്കെ നിന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്കൂളിൽ വിടണം. അപ്പം സ്പെഷ്യലായിട്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ടീച്ചേഴ്സ് എല്ലാം അവന് സ്പെഷ്യലായിട്ടുള്ള സീറ്റും അവന് കെയറിങ്ങും എല്ലാം കൊടുത്ത് പഠിച്ചു. 8-ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. 9, 10, +1, +2 വരെ അവൻ കംപ്ലീറ്റ് ആക്കി. ഹെൽപ്പ് ഉണ്ടായിരുന്നു ഒരുപാട്, എല്ലാവരുടെയും, പേരൻസിന്റെ ആണെങ്കിലും ടീച്ചേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ അത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നീ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു. അവൻ ഡ്രൈവിംഗ് പഠിച്ചു, തന്നെത്താൻ കാർ ഓടിക്കും. പിന്നെ അവർക്കൊരു വലിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ഇവനെ ഇരുത്തി ഡിഗ്രിക്ക് പോകാനെല്ലാം അവന് തയ്യാറായിട്ടിരുന്നതാണ്. ഫർദർ സ്റ്റഡീസിന് അധികം താല്പര്യമില്ലാത്ത വ്യക്തിയായതുകൊണ്ട് ഇവന് ആ ഷോപ്പില്, ഇപ്പം ഷോപ്പ് മുഴുവൻ അവന്റെ പേരിലാണ് ആ ഷോപ്പ്. അവൻ അവിടുത്തെ ഓണറാണ്, മാനേജറാണ്, എല്ലാം ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ല റിസൾട്ട് കിട്ടിയ അതിനുശേഷം 3-4 സ്കാനിങ് നടത്തി നോക്കി.
അപ്പോഴൊക്കെ ഈ സെൽസ് ആ ഗ്രോത്ത് നിന്നിരുന്നത് കംപ്ലീറ്റ്ലി പോയി. അതാ ഞാൻ പറഞ്ഞത്, അത് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കംപ്ലീറ്റ്ലി പോയി വളരെ നല്ല ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിക്ക് ആകെയുള്ളത് ആദ്യത്തെ ആ ഒരു സർജറിക്ക് ശേഷം വലത്തെ കണ്ണിന്റെ സൈറ്റ് കുറച്ചൊന്ന് ഡിമ്മായി പോയി. അതവന് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല, കിട്ടിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കുഞ്ഞ് വളരെ നോർമലായിട്ട് മുമ്പോട്ട് പോകുന്നു ഇന്ന്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ കീമോ ബ്രെയിൻ ഒരു മെഡിക്കേഷൻ മറ്റുള്ള ഒരു കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നതിന്റെ ആദ്യത്തെ അതിന്റെ ബാഡ് എഫക്റ്റ് എല്ലാം മാറ്റിയിട്ടാണ് ഇവന്റെ ആ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പം വളരെ പബ്ലിക് അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് സ്കാനിങ്ങോ ബയോപ്സിയോ ഒക്കെ ചെയ്തിട്ട് വരാനാണെങ്കിലും അതൊക്കെ ചെയ്തിട്ടാണെങ്കിലും ധൈര്യപൂർവ്വം വരാം. ഈ ഗ്രോത്ത് ഞാൻ പറഞ്ഞില്ലേ, പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡ് ഗ്രോത്ത് നിൽക്കെ തന്നെയാണ് ട്രീറ്റ്മെന്റ് നടത്തിയത്. അവർക്കാണ് അത് ക്യൂറായി പോയത്. അതുപോലെ തന്നെ ഈ കുട്ടിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോയി ഈവൻ എനിക്ക് തോന്നുന്നു ആയുസ് തീരുന്നതിന് മുമ്പ് തന്നെ തീരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ആൾക്കാർ ഏത് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ ബാലൻസ് ലാക്ക് ഓഫ് ബാലൻസ് ഉണ്ടാകും, വീക്ക്നെസ്, റിഫ്ലക്സസ് ഒക്കെ തന്നെ. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ തന്നെ കണ്ണിൽ ഒരാൾ കുത്താൻ വന്നാൽ നമുക്കത് പെട്ടെന്ന് തടയാൻ വയ്യാത്ത ഒരു അവസ്ഥ. അത്രമേൽ ടയേർഡ് ആയിരിക്കും. കാരണം മെന്റലിയും ഫിസിക്കലി അവർ ടയേർഡായി പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നംബിനെസ്, ടിംഗ്ലിങ്, ഹാൻഡ്സിലും ഫീറ്റിലും ഒക്കെ നമുക്ക് എഴുതാനോ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറയാനോ സ്പീച്ചിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. പറയുമ്പം വിക്ക് പോലെ അവർക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു മെഡിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട്, കീമോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബാഡ് എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് മുഴുവൻ. കാരണം ആ നല്ല സെൽസ് കൂടെ നശിച്ചു പോകുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള സെൽസും നോർമൽ സെൽസും നശിച്ചു പോകുന്നതുകൊണ്ടാണ് കൂടുതലും ഈ ഒരു ബാഡ് എഫക്ട്സ് ഇത്രയും തന്നെ കീമോതെറാപ്പിയിൽ ഉണ്ടാകുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ ഡയറിയ, ഞാൻ പറഞ്ഞല്ലോ ഡയറിയ ആയിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, എപ്പോഴും ബ്ലോട്ടിങ്, ഗ്യാസ്ട്രിക്. ഈ വന്ന ഈ പേഷ്യൻസിലൊക്കെ തന്നെ അവര് ഗ്യാസ്ട്രിക് സിസ്റ്റത്തിൽ പറയുന്ന ഒരു സംഭവമാണ് വയറ് വീർത്താണ് നിൽക്കുന്നത്. എപ്പോഴും തന്നെ ഗ്യാസ് കളക്ഷൻ വയറ്റിനകത്ത് ഉണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻറ്റ്സ് അവർ പറയും. ബേണിംഗ് സെൻസ്, ഹാർട്ട് ബേണും പിന്നെ പൊളിച്ചത് കിട്ടലും ഇതൊക്കെ തന്നെ അവർ പറയാറുണ്ട്. വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാകും. അതുപോലെ സ്കിന്നില് റാഷസ് ഉണ്ടാകാം, ഡ്രൈനെസ് ഉണ്ടാകാം, പീലിങ്, ഇച്ചിങ്. പ്രത്യേകിച്ച് റേഡിയേഷൻ ഒക്കെ കഴിയുന്നവർക്ക് ഒരു തൈറോയിഡ് ട്യൂമറിന്റെ ഒരു പേഷ്യന്റിന് റേഡിയേഷനാണ് നടത്തിയത്. അതായത് അവർ സർജറി നടത്തി ഫസ്റ്റ് റേഡിയേഷനും കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഈ റേഡിയേഷൻ ചെയ്ത് നമുക്കറിയാം, ആ പെടലിയുടെ അത്രയും ഭാഗത്ത് ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ആ ഒരു റേഡിയേഷൻ ചെയ്തതിന്റെ പാട് വെളിയിലോട്ട് നമുക്ക് കാണാം ചെന്നിട്ട് വന്നേക്കുന്നത്. അയാൾക്ക് ആ പെടലിക്ക് സിവിയർ ഇച്ചിങ് ആയിരുന്നു. അതുപോലെ തന്നെ പീലിങ് വളരെ ബ്ലാക്കിഷ് ആയിട്ട് ആ ഒരു റീജിയൻ മാത്രം പോയിട്ട് റാഷസും ഡ്രൈനസും ഒക്കെ ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ അയാൾക്കും സ്പ്രെഡ് ചെയ്യുമോന്ന് അവർ പറഞ്ഞു. ഈ ഒരു ഇത് ക്യാപ്സുലേറ്റഡ് അല്ല, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു മെഡിക്കേഷൻ തുടർന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അയാളുടെ ശരീരത്തിന് അത് താങ്ങാൻ വയ്യ എന്നാ പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അയാള് സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്ത് ഹോമിയോപ്പതിയിലേക്ക് വരാൻ കാരണം. ഈ കേസിലും ഈ ആദ്യം ഉണ്ടായ ഇയാളുടെ ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ മാറാനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി. അതിന്റെ കൂടെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റും തുടങ്ങും. ചെയ്താല് രണ്ടും കൂടെ ചേർത്താണ് ചെയ്തത്. ഞാൻ പറയുകയാണ്, അതിനുണ്ടായിരുന്ന ആ ബാഡ് എഫക്റ്റ് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ട്രീറ്റ്മെന്റ് കൂടെ എടുത്തിട്ടാണ് അയാളെ ഒരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അത് പെട്ടെന്ന് മെനപ്പോസലായി പോവുക. ഒരു 32 ഇയേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പറ്റി. അവർക്ക് പീരീഡ്സ് പിന്നെ ആയിട്ടില്ല. അത് ഓൾറെഡി ഓവറി അങ്ങ് നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് വെക്കാനുള്ള, കാരണം ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ നിൽക്കുന്നു, ഓവർ വെയിറ്റ് ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പൊ ആ മെനപ്പോസിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ തന്നെ ഹോട്ട് ഫ്ലഷസ്, ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകുന്നവരുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നവരുണ്ട്, ഡ്രൈനസ്, വജൈനൽ ടിഷ്യൂസിലൊക്കെ ഡ്രൈനസ് ഉണ്ടാകുന്നു. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തില് അവിടെയും
യൂറിൻ പാസ് ചെയ്യുന്നത് വളരെയധികം, അതായത് നാരോ ട്യൂബ് യൂറിത്ര നാരോ ആയിട്ട് യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. ഫീറ്റിലും ഹാൻഡിലും ഒക്കെ സ്വെല്ലിംഗ് ഉണ്ടാകുന്നു, ഹൈ BP ഉണ്ടാകുന്നു, ഹെഡേക്ക് ഒരുപാട് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ എക്സ്ക്രിറ്ററി സിസ്റ്റത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്കെലിറ്റൽ സിസ്റ്റത്തിലാണെങ്കിൽ അവർക്ക് പറഞ്ഞല്ലോ, ഓവറീസ് ഒക്കെ അങ്ങ് പോയിട്ട് ഈസ്ട്രോജന്റെ ലെവലൊക്കെ വളരെയധികം കുറഞ്ഞിട്ട് ബോൺ മാസ് തന്നെ കുറഞ്ഞു പോകും. അത് നമുക്ക് മെനപ്പോസലിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോൺ മാസ് കുറയുന്നത്. അപ്പൊ ഈസി ആയിട്ട് ബോൺ ഒടിഞ്ഞു പോകാൻ, ഹിപ്പ് ബോൺ എല്ല് പൊട്ടിപ്പോകാൻ വളരെയധികം പെട്ടെന്ന് തന്നെ സാധിക്കും. ഈ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിലേക്ക് ഇതിന്റെ ബാഡ് എഫക്ട്, കീമോയുടെ ബാഡ് എഫക്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതാണ്. മെന്റൽ ഹെൽത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫിയർ ഉണ്ടാകുക, സ്ട്രെസ്, ആങ്കർ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇനി അതിൻ്റെ അകത്ത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഹാർട്ട് ഡാമേജ്, ലങ് ഡാമേജ്, കിഡ്നി പ്രോബ്ലംസ്, നെർവ് ഡാമേജ്, ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് ഒരാളിലെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളിനെ ഈ പ്രശ്നത്തിലേക്ക് എല്ലാമാണ് കൊണ്ടുവരുന്നത്. അത് പബ്ലിക് അത് വളരെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. രണ്ടാമത് ഒരു ക്യാൻസർ ഗ്രോത്ത് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ റേഡിയേഷനും കീമോതെറാപ്പി എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും. ഇനി ശൈല ഡോക്ടർക്ക് വേണ്ടി ഞാൻ അമ്മയ്ക്ക്, അതായത് മദർ ഇൻ ലോയ്ക്ക് ട്രീറ്റ്മെന്റ്, അമ്മയ്ക്ക് ഞാൻ മെഡിസിനിലോട്ടൊന്നും വന്നില്ല. അതിൻ്റെ അകത്ത് രണ്ട് കാര്യം പറയേണ്ടത്, നമുക്കിതിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ സൈക്കോട്ടിക് ആയിട്ടുള്ള റെമഡീസ് ഒക്കെ തന്നെ, കാരണം ഗ്രോത്ത് ആണല്ലോ ഉണ്ടാകുന്നത്, അതിന്റെ കൂട്ടത്തിൽ ആഫ്റ്റർ ഗ്രോത്ത് അൾസറേഷനും ഉണ്ടാകുന്നവരുണ്ട്. പക്ഷേ മോസ്റ്റ്ലി സൈക്കോട്ടിക് റെമഡീസ് കൊടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത്. അപ്പം അമ്മ വളരെ അഡമന്റ് ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് പറയത്തില്ല, പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് വെളിയിലോട്ട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഒരു തലചുറ്റൽ എന്ന് പറഞ്ഞത് ഒരു 2-3 വർഷമായിട്ട് തലചുറ്റലുണ്ട്. തല ചുറ്റുമ്പോൾ ഒന്ന് കിടക്കും, എന്നാൽ അത് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനോ അതിന്റെ കാര്യം അറിയാനോ ഇതിനൊന്നിനും തന്നെ നിന്നിരുന്നില്ല. ആദ്യം ഒന്നും ഞങ്ങളെ ആരെയും അറിയിച്ചിരുന്നേയില്ല. അതുകൊണ്ട് 3rd സ്റ്റേജ് എത്തിയതിന് ശേഷമാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒരു ദിവസം ബോധം കെട്ട് വീണപ്പോഴാണ് കൊണ്ടുപോകാൻ സാധിച്ചതും അപ്പോഴാണ് മനസ്സിലാകുന്നത് ബ്രെയിനിൽ തന്നെ ആയിരുന്നു ട്യൂമർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും അപ്പോഴാണ്. അത് അമ്മ പെട്ടെന്ന് തന്നെ, കാരണം ഡിറ്റക്ട് ചെയ്ത ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് ഒരു വിധത്തിലും ഉള്ള ട്രീറ്റ്മെന്റ്, അലോപ്പതിക് ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് തന്നെ അമ്മയുടെ കടുംപിടുത്തം. ഞാൻ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. അമ്മയും തന്നെയല്ല, ഫാമിലിയിലുള്ള എല്ലാവരും ആ കാര്യം പറഞ്ഞപ്പം അത് ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഏകദേശം അമ്മയ്ക്ക് 2 മാസം തന്നെ കഷ്ടിച്ചില്ല എന്ന് പറഞ്ഞിടത്ത് 5-8 മാസം അമ്മ ജീവിച്ചു. അതിൽ കൂടുതൽ ചെയ്യാൻ സാധിച്ചത് പെയിന്, സിവിയർ പെയിൻ ആയിരുന്നു അമ്മയ്ക്ക്, നല്ല തലവേദനയും ഇതുപോലെ തന്നെ തലചുറ്റലും ഒക്കെ ആയിരുന്നു. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് മുഴുവൻ മാറ്റി സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. പറയുന്ന എന്താന്ന് നമുക്ക് തിരിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ ആ അവസ്ഥയൊക്കെ തന്നെ മാറിപ്പോയി. ഒരു നോർമൽ എന്നുള്ള ഒരു അവസ്ഥയില് ഈ 3rd സ്റ്റേജ് കിട്ടിയത് കൊണ്ട് മരണം, കാരണം സ്പ്രെഡ് ചെയ്തിരുന്നു, ചെസ്റ്റിലോട്ട് പോയിരുന്നു, ലങ്സിലേക്ക് പോയിരുന്നു, ലിവറിലേക്ക് പോയിരുന്നു. അത് കാരണം തിരിച്ച് നമുക്ക് ഒരു ക്യൂർ എന്നുള്ള ഒരു അവസ്ഥ കൊടുക്കാൻ ഇന്നും എനിക്ക് അങ്ങേയറ്റത്തെ ഒരു ദുഃഖമുള്ള ഒരു കാര്യമാണ്. കാരണം തുടക്കത്തിലെ 2 വർഷം മുമ്പേ ഈ തലകറക്കം ഉള്ളപ്പോൾ അന്നേ വരാൻ കൂട്ടാക്കാഴികൊണ്ടാണ് ചെയ്തിരുന്നുവെങ്കിലെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി, ആ മരിക്കുന്നതിന്റെ ഏകദേശം ഒരു 1 വീക്കേ ഉള്ളൂ എന്ന് കിടന്നു എന്ന് പറയാൻ. അതുവരെ എല്ലാ കാര്യങ്ങളും, സ്വയമുള്ള കാര്യങ്ങളും വീട്ടിലുള്ള ഏകദേശ കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിടത്താണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ മെഡിസിന്റെ കാര്യം പറയുമ്പം അൾസറേഷനും അതിൻ്റെ ഇടയ്ക്ക് ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഒരു ടെസ്റ്റും ചെയ്യാതെ നേരിട്ട് വന്ന ഒരു കേസാണ്. ബ്രസ്റ്റിലെ ട്യൂമർ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ ക്യാപ്സുലേറ്റഡ് ആയിരുന്നു. അവര് വന്ന് ഈ ഒരു മുഴ കണ്ട അവസരത്തിൽ തന്നെ ഒരു തമിഴ് ഗേൾ ആയിരുന്നു. ഇപ്പൊ അവരില്ല, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവര് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി.
ഇവള് ഈ മുഴ എന്താണ് എന്നുള്ളത് കാണിച്ചപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഇതെന്താന്ന് കറക്റ്റായിട്ടൊന്ന് അറിയണമല്ലോ, അപ്പൊ അതുകൊണ്ട് 1-2 ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ആ ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. അതുകൂടാതെ നമുക്ക് മാമോഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കാം, എന്തുണ്ട്, മാമോഗ്രാഫി ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അവരതിന് തയ്യാറായി. ആ 2 ടെസ്റ്റും ചെയ്തപ്പോഴത്തേന് ഏകദേശം സ്പ്രെഡിങ് ഇല്ലാത്തത് കൊണ്ട് മാമോഗ്രാഫി കഴിഞ്ഞപ്പോഴത്തേന് ട്യൂമർ അതിന്റെ സൈസ് ഞാനത് നോക്കുകയായിരുന്നു. സൈസ് അവര് പറഞ്ഞിരുന്നു. അവർക്കും ട്രീറ്റ്മെന്റ് തുടങ്ങി ഏകദേശം ഒരു 2 months കഴിഞ്ഞപ്പം ഈ ഗ്രോത്ത് മുഴ പോലെ നിന്നത് അൾസർ ഫോർമേഷൻ ഉണ്ടായി, പൊട്ടിയിട്ട് ബ്ലഡും പസ്സും കൂടെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു 1.5 മാസത്തോളം എടുത്തു ആ ബ്ലഡും പസ്സും പോയി തീരാൻ. അത് ഡെയിലി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞു എവിടെങ്കിലും ജനറൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അവിടെ ചെന്ന് ഡ്രസ്സ് ചെയ്യിപ്പിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 1.5-2 മാസത്തോളം കൊണ്ടുപോയി ഡെയിലി ഡ്രസ്സ് ചെയ്യിച്ച് മെഡിസിൻസ് ഒന്നുമില്ല, ഉള്ളി ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ. മരുന്നൊക്കെ ഹോമിയോപ്പതി മെഡിസിൻ തന്നെയാണ് കഴിച്ചത്. അത്രയും നാളെടുത്താണ് അത് അതിന്റെ ആ അൾസർ ഫോർമേഷൻ ഹീൽ ചെയ്ത് വന്ന് ഞാന് രണ്ടാമതും ബ്ലഡ് ടെസ്റ്റും ചെയ്യിപ്പിച്ചു. സോറി, ഇന്ന് എന്റെ തൊണ്ട പോയിരിക്കുകയാണ്. മാമോഗ്രാഫി എടുത്തു. ആ അവസരത്തിൽ നോർമലായി കണ്ടതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് നിർത്തിയത്. അതുവരെ പ്രിവെന്റീവും കണ്ടിന്യൂ ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ അത് ഹീൽ ചെയ്ത് വരാൻ കുറെ താമസം എടുത്തു. അത്രയും സമയത്തെ ട്രീറ്റ്മെന്റും അവള് മെഡിസിൻസ് കഴിച്ചതിന് ശേഷമാണ് ആ ലേഡിക്കും കംപ്ലീറ്റ് ക്യൂർ കിട്ടിയത്. ഞാൻ പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കോണം, മറ്റേ ബ്രസ്റ്റിലും നോക്കിക്കോണം, മഴയുണ്ടോ ഒക്കെ ശ്രദ്ധിച്ചോണോ എന്ന് പറഞ്ഞാ വിട്ടത്. അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും തിരിച്ചു കാരണമെന്ന് വെച്ചാൽ ഇത്രയും ക്യൂർ കിട്ടിയ സ്ഥിതിക്ക് തിരിച്ചു വരും. ഇതുവരെ കണ്ടില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, 2008 എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു കേസ്. അവളാണ് ടെസ്റ്റ് പോലും ചെയ്യിക്കാതെ, അതായത് എവിടെങ്കിലും സാധാരണ രീതിയിൽ ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഒരു കേസിൽ എനിക്ക് അതില്ലാതെ എൻ്റെ കൈ കിട്ടിയ ഒരു കേസാണത്. വന്നതിലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3rd സ്റ്റേജിൽ പോകാത്ത, ലാസ്റ്റ് 2nd ആൻഡ് 3rd സ്റ്റേജിൽ പോകാത്തവർക്കൊക്കെ തന്നെ ഒരു ക്യൂറിനുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടാണ് അവരൊക്കെ തന്നെ ട്രീറ്റ്മെന്റ് നിർത്തിയത്. പിന്നെ ഇത് മെഡിസിന്റെ കാര്യത്തില് ഈവൻ നമ്മള് കോവിഡിന്റെ സമയത്ത് ആർസനിക് ആൽബം 30 ആണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ ഒരു ഇതിന് ആന്റി ക്യാൻസറസ് വാക്സിനേഷൻ എടുക്കണം എന്നുള്ള നിർബന്ധം വന്നാൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, സൈക്കോട്ടിക് ആയിട്ടുള്ള റെമഡീസ് എല്ലാം തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ്. തൂജ നമ്പർ 1 മെഡിസിൻ ആണ്. പിന്നെ കാൽക്കേരിയ കാർബ് പറയുന്നുണ്ട്. കാൽക്കേരിയ കാർബ് പോളിക്രസ്റ്റ് ആയതുകൊണ്ട് 3 സോറാസിഫിലിക് സൈക്കോട്ടിക് 3 മിയാസിങ്ങളും കടന്നു പോകുന്നത് കൊണ്ട് കാൽക്കേരിയ കാർബിനെ വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈലാക്റ്റീവ് റെമഡി ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ കോവിഡിന്റെ സമയത്ത് ആർസനിക് ആൽബം 30 പറഞ്ഞതുപോലെ തന്നെ ഇൻ കേസ് ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ പ്ലംബം അയോഡേറ്റം എന്ന് പറയുന്ന ഒരു മെഡിസിന് ഇതിന്റെ ഗ്രോത്ത് ഏതാണെങ്കിലും എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഗ്രോത്ത് കുറയ്ക്കാൻ, അതായത് സ്പ്രെഡ് ആകത്തില്ല, പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ പ്ലംബം അയോഡേറ്റം എന്ന് പറയുന്നത്. തൂജ മറക്കാതെ തന്നെ, കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ഗ്രോത്ത് മാത്രമാണ്. അത് സ്റ്റോണി ഗ്രോത്ത് ആണെങ്കിലും സ്പോഞ്ചി ആണെങ്കിലും തൂജ കൊടുക്കാൻ മടിക്കണ്ട. ഹയർ പൊട്ടൻസ് തന്നെ കൊടുക്കണം. അതിൻ്റെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് കാൽക്കേരിയ ഫ്ലോർ കൊടുക്കാം. ലാപ്പിസ് ആൽബസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് പെയിൻ ഉള്ളവർക്ക്, ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്കും ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേന് പെയിൻ ഉണ്ടായ അവസ്ഥയ്ക്ക് ഈ ലാപ്പിസ് ആൽബസ് എന്ന് പറയുന്ന മെഡിസിൻ കൊടുത്തിരുന്നു. പെയിന് ഇപ്പൊ ഒരു 2-3 വീക്സ് കൊണ്ട് തന്നെ എല്ലാവിധ ബോഡിയിൽ എവിടൊക്കെ ഉണ്ടോ പെയിൻ, ആ പെയിൻ എല്ലാം തന്നെ മാറി കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഹെക്കല ലാവ, അതിന് ഒരു നമ്പർ 1 മെഡിസിൻ ആണ്.
പ്രത്യേകിച്ച് ഇത് തൈറോയ്ഡ് ക്യാൻസർ, ലോവർ ജോയുടെ ക്യാൻസർ കണ്ടീഷൻ, ഇതിനൊക്കെ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് ഹെക്ലഡവ. എൻ്റെ അടുത്ത് വന്ന് ആ തൈറോയ്ഡ് പേഷ്യന്റിന് ഞാൻ ഈ ഒരു മെഡിസിൻ ഞാൻ കൊടുത്തിരുന്നു. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കും. അതിൻ്റെ അകത്ത് തൂജ നമുക്ക് ഇന്റർകറന്റ് ആയിട്ടെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അതുപോലെ തലകറക്കം, ഈ ബ്രെയിൻ ട്യൂമറിന്റെ ആൾക്കാർക്ക് തലകറക്കം, കുണിയമ്മയ്ക്ക് നല്ലതാണ്, വയറ്റിലൊക്കെ നല്ലതാണ്. കൊണ്ടുരാങ്കോ എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ ക്യാൻസർ കണ്ടീഷനിൽ, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ട്യൂമർ ഉണ്ടാകുന്നവർക്കും കൊണ്ടുരാങ്കോ എന്ന് പറയുന്ന മെഡിസിൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈവൻ ആഴ്സാൽബം, ലൂപ്പസ് പോലുള്ള ക്യാൻസർ, അതായത് ബേണിംഗ് പെയിനും ഫാറ്റീഗും ഒക്കെ ഉള്ളവർക്ക് ആഴ്സനിക് ആൽബം വളരെ ഹെൽപ്പ് ചെയ്യും. സർവൈക്കൽ ക്യാൻസറിനൊക്കെ, ഹെമറേജും ഒക്കെ ഉള്ളവർക്ക് അയോഡൈൻ മെഡിസിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒക്കെ തന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, തൂജയൊക്കെ വളരെ ഹയർ ഒരു പൊട്ടൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ തന്നെ 200 അല്ലെങ്കിൽ ലാപ്പിസാൽബസിന്റെ ഞാൻ 3x ആണ് കൊടുത്തിരുന്നത് ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ്സേ മാറിക്കിട്ടും. മറ്റേതിൽ നിന്ന് അവരുടെ സിംറ്റംസ് മാറിക്കിട്ടും. മറ്റേ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊണ്ട് നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യും. അതുപോലെ കംപ്ലീറ്റ് ക്യൂർ കൊടുക്കാനും സാധിക്കും. പ്രിവെന്റീവ് ആയിട്ട് തന്നെ കാർസിനോസിൻ എന്ന് പറയുന്നത് എവരി ഫോർട്ട്നൈറ്റ് വണ്ണമെങ്കിൽ ഒരു ഡോസ്, അത് കംപ്ലീറ്റ് ക്യൂർ ആകുന്നത് വരെ. സെക്കൻഡ് നമ്മൾ ഒന്നിലെ ബയോപ്സിയോ അല്ലെങ്കിൽ ഇപ്പൊ മാമോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് അവര് നോർമലായി എന്ന് വരുന്നത് വരെ നമുക്ക് എവരി ഫോർട്ട്നൈറ്റ് കാർസിനോസിന്റെ ഒരു ഡോസ് കൊടുക്കാനായിട്ട് സാധിക്കും. ആസ് എ പ്രിവെന്റീവ് ആയിട്ട് അത് നിൽക്കും. അത് ഏത് ട്യൂമറിന്റെ അവസ്ഥയിലാണേലും ആ ഒരു മെഡിസിൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അറിയാമല്ലോ, ഇത് ഉണ്ടാകുന്നത് നമ്മൾ ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക്, അതായത് ജീനിൽ കൂടാണ് ഈ ചേഞ്ച് വരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഫാമിലി ഹിസ്റ്ററി ആർക്കെങ്കിലും പേരൻസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ഉണ്ടായത് കൊണ്ട്. അങ്ങനല്ല ഇത് വരുന്നത്. കൂടുതൽ റിസ്ക് ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ജീനിലും ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ അതിലാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന് തുടർന്ന് വരുന്ന ഒരു ഡിസീസ് അല്ല. ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ടും നമുക്ക് ഉണ്ടാകാം. ഫിസിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഓരോ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരെ നമ്മളുടെ ചുറ്റുപാടുമുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഉണ്ടാകുന്ന ചേഞ്ചസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുണ്ടാവാം. മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതെ കിടക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഹൈ ഫാറ്റും ഹൈ ഷുഗറും കഴിക്കുന്ന ആൾക്കാരിലെ ഈ ഒരു കാര്യം, ക്യാൻസർസ്, അതായത് ഈ സെൽസിന് ജീനിലുണ്ടാകുന്ന ആ മ്യൂട്ടേഷൻ ക്യാൻസർസ് കണ്ടീഷൻസ് ബോഡിയിൽ ഉണ്ടാക്കാൻ, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അതുപോലെ ഹോർമോൺ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇൻഫെർട്ടിലിറ്റി അതിനൊക്കെ കൊണ്ടുപോയി ഹോർമോൺ തെറാപ്പി ചെയ്യുന്ന ആൾക്കാരിലെ ഈ ഒരു സംഭവം ക്യാൻസർസ് കണ്ടീഷൻ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകും. ഞാൻ ആ ബ്രെയിൻ ട്യൂമർ വന്ന പയ്യന്റെ കാര്യം പറഞ്ഞവന് ഇതുപോലെ ഹോർമോൺ തെറാപ്പിയും കൂടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് അവന് രണ്ടാമത് കുറച്ചുകൂടെ കൂടിപ്പോയത്. വീണ്ടും അവന്റെ ആ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവനെ നോർമൽ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ റേഡിയേഷൻ, ഈവൻ ഒരു എക്സ്റേ പോലും കൂടുതലായിട്ട് ഈ പല്ലിന്റെ ഒക്കെ ഡെന്റിസ്റ്റ് കൂടുതലും പറയും ഓരോ സമയത്തും എക്സ്റേ എടുത്ത് നോക്കാം. നമുക്ക് അതിന്റെ ആ എക്സ്റേയിൽ നിന്ന് പെട്ടെന്നാണ് തൈറോയ്ഡ് ട്യൂമർ ഉണ്ടാകാനുള്ള കാരണം നമ്പർ 1 ആണ്. അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ എക്സ്റേ എടുക്കാനായിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കലി ഉണ്ടെങ്കിൽ മാത്രം അവർ എന്തെങ്കിലും ഒരു കുറഞ്ഞൊന്ന് നോക്കാൻ എഗെയിൻ ഒന്നുകൂടെ എക്സ്റേ എടുക്കാം എന്ന് പറയും. അതിന് സമ്മതിക്കരുത്. റേഡിയേഷനിൽ കൂടെ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രിക്കോഷൻസ്, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയം നിവാരണം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ആ ട്രീറ്റ്മെന്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത പാർഡ് സൈഡ് എഫക്റ്റോ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റം തിരഞ്ഞെടുക്കുകയും ആ സിസ്റ്റത്തിൽ കൂടെ നിങ്ങൾക്ക് ക്യൂർ കിട്ടുകയും ചെയ്യും. ഞാൻ എസ്പെഷ്യലി ഹോമിയോപ്പതിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഹോമിയോപ്പതി മെഡിസിൻസിന് ഇതുവരെയും പാർഡ് സൈഡ് എഫക്റ്റോ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആ ഇല്ലാത്ത ഒരു മെഡിസിനൽ സിസ്റ്റമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയപ്പെടണ്ട. ഭയന്ന് ഒരു ക്യാൻസർ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓടിച്ചെന്ന് ഉടനെ ഒരു സർജറിക്കോ അല്ലെങ്കിൽ ഒരു കീമോയ്ക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ക്യൂർ തന്നെ കിട്ടും സേഫ് ആയിട്ട്.
ബാക്കിയുള്ള നിങ്ങളുടെ ബോഡിയിലുള്ള സെൽസിന് ഒരു പ്രശ്നവും ഉണ്ടാകാതെ വളരെ സേഫായിട്ട് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ ഹോമിയോപ്പതി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ ഒരു ക്യാൻസർ എന്നും പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമോ ഓടി പെട്ടെന്ന് പോയിട്ടൊരു സിസ്റ്റം നമ്മൾ വ്യക്തമായിട്ട് അറിയാതെ നമ്മുടെ ബോഡിയിൽ ബാഡ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉള്ള ഒരു രോഗമല്ല ഇത്. അതുകൊണ്ട് എല്ലാവരും വളരെ അവയർനെസ് ഇതിന്റെ കാര്യം മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ കോവിഡ് ഇത് പടർന്നു പിടിക്കുന്ന പോലാണ് കാണുന്നത്. പകരുന്ന രോഗമല്ല, പക്ഷെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആൾക്കാരുടെ ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ ഉള്ള ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവായിട്ട് ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞങ്ങ് നിർത്തിയത്. ഇനിയും എപ്പോഴെങ്കിലും വേറെ ഉള്ള പോർഷൻസ് എടുക്കുന്ന അവസരത്തിലാണെങ്കിലും പറയാം. ഏകദേശം 10:23 ആയിട്ടുണ്ട് സമയം. ഓക്കെ, ഇനി കുറച്ച് 7 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ ഡോക്ടർ, എന്തായാലും ക്യാൻസർ ഒരു ഉൾക്കാഴ്ച, ഹോമിയോപ്പതിക് വ്യൂ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഹോമിയോപ്പതിക് വ്യൂയും വളരെ ഹോപ്പ്ഫുള്ളാണ്. നമുക്ക് പ്രതീക്ഷയ്ക്ക് നന്നായി വകയുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തെളിഞ്ഞു വന്നത്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറിന് എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഞാൻ ഡോക്ടർ പ്രീതാമണിയുടെ ക്ലാസ് സശ്രദ്ധം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. കൊള്ളാം, നല്ലതാണ്. ആ കുട്ടിയുടെ ബ്രെയിൻ ട്യൂമറിന്റെ ഡോക്ടർ ചെയ്ത അതെല്ലാം കൊള്ളാം. പക്ഷേ ഡോക്ടറെ, എനിക്ക് ഉള്ള അഭിപ്രായം എന്താ വെച്ചാൽ, ഡോക്ടർ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ആ സിംറ്റംസ്, അത് റൂബ്രിക്ക്, അത് റെപ്പർട്ടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെപ്പർട്ടോറിയൽ ചാർട്ട്, പിന്നെ അതിന് കൊടുത്ത മരുന്ന്, പിന്നെ അതിൻ്റെ പൊട്ടൻസി, അത് എങ്ങനെ, പിന്നെ എന്തെങ്കിലും അതിൻ്റെ കൂടെ വേറെ മെയിൻ മെഡിസിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ കൂടെ ഡോക്ടർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ കേസ് എടുക്കുമ്പോഴും നമ്മൾ അത് അങ്ങനെയാണോ ഡോക്ടർ, അങ്ങനെ ആയിരിക്കുമല്ലോ. അതായത് ക്ലാസിക്കലായിട്ട് ചികിത്സിക്കുമ്പോൾ അങ്ങനെ വേണം ചികിത്സിക്കാൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും കൂടെ ഡോക്ടറെ ഇട്ടാലേ മറ്റുള്ളവർക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറെ, എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ അവസ്ഥ 2 ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എന്നുള്ള മറുപടിയാണ് ഞാൻ ഇന്നത്തെ ഇതിൽ കൊടുത്തത്. അതുകൊണ്ട് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഇന്ന് കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സാധാരണ അങ്ങനല്ല, മെഡിസിൻസ്, അതിന്റെ പൊട്ടൻസി, ഇതെല്ലാം കൂടെ പറഞ്ഞാണ് ഓരോരോ ഡിസീസിന്റെയും കാര്യം പോകുന്നത്. അപ്പൊ ഇന്ന് ഇത് പ്രത്യേകിച്ച് ഇത് ഞാൻ പറഞ്ഞല്ലോ, പടർന്നു പിടിക്കുന്ന ഒരു സംഭവമാണ് പുറത്തോട്ട് വന്നത് കൊണ്ടും, രണ്ടാമത് ഈ വാക്സിനേഷൻ എടുക്കരുത് എന്നുള്ള ഇത് ആൾക്കാരെ ധരിപ്പിക്കണമെന്നും വെച്ചാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു അവയർനെസ് മാത്രമാണ് പറഞ്ഞത്. ഒരു കേസ് സ്റ്റഡിക്കകത്തോട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ 2-3 എണ്ണം പറയേണ്ടി വന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമാണ്. അപ്പോഴേ നമുക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാ കുറഞ്ഞു വന്നതെന്നുള്ള കാര്യം പുറത്തോട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയാനും പറ്റത്തുള്ളൂ. അതിന് ഇനി നെക്സ്റ്റ് ഒരു അവസരത്തിൽ അതും കൂടി ഉൾപ്പെടുത്തി പോകാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. പിന്നെ ഡോക്ടറെ, ഇത് ഈ ക്യാൻസർ പടർന്നു പിടിക്കും എന്ന് പറയുന്നതേ ബേസിക്കലി ഞാനിപ്പോ ഒത്തിരി ഞാനത് എലാബറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ധാരാളം റീസൺസ് ഉണ്ട്. അതിൽ ഒരു റീസൺ ഇപ്പൊ തന്നെ കുട്ടനാടില് ക്യാൻസർ ഒത്തിരി പടർന്നു പിടിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അവിടുത്തെ വെള്ളത്തിൽ പാടത്ത് ഉപയോഗിക്കുന്ന അതിരൂക്ഷമായ വളരെ ഇതായിട്ടുള്ള വിഷമാണ് അതിന് കാരണം. അത് കാരണം അവിടുത്തെ കുടിവെള്ളത്തിനകത്ത് ഇത് വന്നിട്ട് മൈലുകളോളം ഇതിന്റെ അംശം കുടിവെള്ളത്തിൽ വരുന്നുണ്ട്. ആ വെള്ളം ആ കുട്ടനാട് ഏരിയയിൽ മുഴുവൻ ഇപ്പൊ ക്യാൻസർ പടർന്നു പിടിച്ചതാണ്. അതൊന്നും ഒരു ഉദാഹരണം. രണ്ടാമത് കൊല്ലത്ത് ഈ തോറിയത്തിന്റെ ഇഫക്റ്റ് വന്നിട്ട് അവിടെ ആ ഏരിയയിൽ ഒത്തിരി പേർക്ക് ക്യാൻസർ പടർന്നു പിടിക്കുന്നുണ്ട്.
അങ്ങനെ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മളിത് ഈ വാക്സിനേഷൻ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ പോലും അത് അതൊന്നും വ്യക്തമായിട്ടുള്ള ഒരു പ്രൂവിങ് നടക്കുകയോ അതിന്റെ ഡേറ്റ പരസ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്കതിന് എക്സാക്ട്ലി എവിഡൻസ് വേണം, അല്ലാതെ നമ്മൾ പറയാൻ പറ്റത്തില്ല ഇതൊക്കെ വാക്സിനേഷൻ എടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ക്യാൻസർ വന്നത് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ഹാവ് സം സർട്ടൺ 100% എവിഡൻസ്. അല്ലാതെ നമ്മൾ പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല. ശരി ഡോക്ടറെ, കൊള്ളാം. അതെ അതെ. ഓക്കെ ഹരിഹരൻ സാറേ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി സമയമില്ല. നമ്മുടെ പ്രസിഡന്റ് IFPHന്റെ പ്രസിഡന്റ് ഉണ്ട്. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇസ്മായിൽ സാറിനെ ഞാൻ ക്ഷണിക്കും. സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത സാറേ. ഓക്കെ. അതായത് ഡോക്ടറെ പ്രീത അല്ലേ? പ്രീത എം ഉണ്ണി. പ്രീത നന്നായിരുന്നു ക്ലാസ് കേട്ടോ. വളരെ ഗംഭീര ക്ലാസ് ആയിരുന്നു. എല്ലാ ഭാഗങ്ങളും ടച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്ത് താങ്കൾ പറഞ്ഞത് വളരെയധികം ഉപകാരപ്രദമായിരുന്നു ജൂനിയേഴ്സിനും സീനിയേഴ്സിനും എല്ലാം കേട്ടോ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കേസിൽ മുഴുവനും വരുന്നതിൽ 60-70% കേസുകളും ക്യാൻസർ പേഷ്യൻ്റാണ് വരുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാനും അതിനകത്ത് കുറച്ച് മുൻപന്തി കൊടുത്ത് ചികിത്സിക്കുന്ന ഒരാളാണ്. താങ്കളുടെ കേസ് കേട്ടപ്പോഴേ വളരെ നന്നായിട്ട് തോന്നി എനിക്ക്. വളരെ അഭിമാനമായിട്ട് തോന്നി. ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ ഇവിടെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പേര് പ്രസിദ്ധി ഉണ്ടാകുകയുള്ളൂ. കാരണം ഹോമിയോപ്പതിയിൽ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയാം. ഹോമിയോപ്പതി ഡോക്ടർമാരാണ്. എനിക്ക് വളരെ നാണക്കേട് തോന്നാറുണ്ട്. ഹോമിയോപ്പതി ഡോക്ടർ അത് ഞങ്ങളത് പറ്റില്ല, നിങ്ങൾ അവിടെ പോയി അഡീഷൻ എടുത്തോളൂ ഇന്ന് തുടക്കത്തിലെ പറഞ്ഞു വിടുന്ന പല ഡോക്ടർമാരുണ്ട് നമ്മുടെ ഇടയിൽ. അത് വളരെ ലജ്ജാപരമാണ്. നമ്മളൊന്ന് ക്ഷമിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളടുത്ത് റെഫർ ചെയ്യുകയും ചെയ്യണം. ആ റെഫറൻസിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ആളുകളിലില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെ ഒന്നാം നോക്കിയിട്ട് പറയാ ഇത് ഞങ്ങൾക്ക് പറ്റുന്ന കേസല്ല, ഇത് നിങ്ങൾ RCC പോയിക്കോളൂ. RCC എന്നാണ് മിക്ക കേസും നമ്മളത് വരാറുള്ളത്. അത് തമാശ. അങ്ങനെയുള്ളത് നമ്മൾ വീണ്ടും RCC പോകാനാണ് പറയുന്നത്. അപ്പൊ അത് ധൈര്യപൂർവ്വം നോക്കാനും ചികിത്സിക്കാനുള്ള ധൈര്യം കാണിച്ചാൽ മാത്രമേ ഹോമിയോപ്പതിക്ക് ഒരുപാട് കേടുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഡോക്ടറുടെ കേസ് കൊണ്ട് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ നിങ്ങൾ എത്ര പ്രായമൊന്നും ആയിട്ടില്ല, ചെറുപ്പമാണ് ഇപ്പോഴും. എന്നാലും വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ടുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടെ പറഞ്ഞിട്ട്, ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഹരിഹരൻ സാർ പറഞ്ഞു വാക്സിനേഷൻ. ഞാൻ അത് മാത്രമായെന്ന് പറയുന്നില്ല, ഞാൻ അതിനുശേഷം പറഞ്ഞു ഒരുപാട് റീസൺസ് കൊണ്ട് ക്യാൻസർ ഉണ്ടാകാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ഇത് ഞാനെല്ലാം പറഞ്ഞല്ലോ. ഒരുപാട് റീസൺ കൊണ്ടുണ്ടാകുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകാം, സ്മോക്കിംഗ് കൊണ്ടുണ്ടാകാം, ഫാമിലി ഹിസ്റ്ററി അത് ഹൈ റിസ്ക് ആയിട്ട് അതുണ്ട്, മാൽന്യൂട്രീഷൻ ഞാൻ പറഞ്ഞു, ഹോർമോൺ തെറാപ്പി കൊണ്ടുണ്ടാകാം, റേഡിയേഷൻ കൊണ്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ അതിന്റെ റീസൺ ആണ്. എന്നാലും അതിന്റെ കൂട്ടത്തില് ഓരോരുത്തരുടെയും പബ്ലിക്കിന്റെ സംശയമാണ് എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസീസും തന്നെയല്ല പല ഡിസീസും എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതിനെടുത്തതിന് ശേഷമാണ് എനിക്ക് ഹാർട്ട് കംപ്ലൈന്റ് അല്ലെ ഇത് ഇങ്ങനെ പറയുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഇപ്പം ഒരു വാക്സിനേഷൻ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അത് എടുത്തോളണം, താല്പര്യമുള്ളവർക്ക് എടുക്കാം എന്നുള്ളത് വന്നത് കൊണ്ടാണ് വാക്സിനേഷന്റെ പേരൂടെ ഞാൻ പറയാൻ കാരണം അതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ നമുക്ക് പറയാൻ വയ്യ. അത് കറക്റ്റ് ആണ്. അത് എന്നിരിക്കലും ഈ ഒരു രണ്ട് കോറിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പലതും ബാഡ് എഫക്ട്സ് ഓഫ് വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ അതെ. അപ്പൊ പറഞ്ഞ ആധികാരികമായിട്ട് 10-20 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാ. നമുക്ക് എന്തുകൊണ്ട് ആധികാരികപ്പെടുത്തിക്കൂടാ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 10-200 വർഷം മുമ്പ് എഴുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് പല ബുക്കിലും എഴുതിയിട്ടുണ്ട് ബാഡ് എഫക്ട്സ് ഓഫ് വാക്സിനേഷൻ. അപ്പൊ കൂടുതൽ വരുന്നത് നമുക്ക് ക്യാൻസർ ടൈപ്പ് ഇപ്പൊ കാണുന്നത് പഴയപഴൊന്നും അല്ല. ക്യാൻസർ ടൈപ്പ് കൂടുതലും കാണുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് സെറനവും ടൂജയും കാൽസിനോസും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ സാറേ, എന്തായാലും സാറും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെത്തി സാറിന്റെ അഭിപ്രായം തന്നെ. സാറ് തുടക്കത്തിലേക്ക് വന്നു, ഞാൻ കണ്ടു, ഞാനല്ലേ എൻ്റർ ചെയ്യിച്ച. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് സാർ എന്തായാലും വന്നല്ലോ നേരത്തെ, മനസ്സിൽ കരുതുകയും ചെയ്തു. വളരെ സന്തോഷം.
സാറും ക്യാൻസർ ചികിത്സയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. എന്തായാലും അതുപോലെ തന്നെ എന്തായാലും മെഡിസിൻ അഥവാ സ്റ്റെപ്പായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ക്യാൻസർ ചികിത്സ നല്ല വിജയപ്രദമായി തന്നെ തുടർന്ന് പോകണമെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കും അതൊരു ആവേശവും അല്ലെങ്കിൽ നമുക്കൊരു കറേജും തരുന്ന ഒരു കോൺഫിഡൻസ് കിട്ടി. ഡോക്ടർ ഇങ്ങനെ സക്സസ് ആയി കേസുകൾ സുഖപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ അത് വളരെ സന്തോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് കൂടിക്കാണും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പ്രീത ഡോക്ടർക്ക് ഇനിയും ഒരുപാട് ക്യാൻസർ കേസുകൾ കിട്ടട്ടെ, അത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടർ തന്നെ. അതിമനോഹരമായ ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് തന്നെയാണ് പ്രീത ഡോക്ടർ നമുക്ക് തന്നത്. അപ്പൊ സെയ്ദ് സാറ് ആദ്യം മുതൽ കേൾക്കുന്നതായിട്ട് ഞാനും കണ്ടു. സാറൊക്കെ അത് കേട്ടിരിക്കുകയും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റൊരു അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. പിന്നെ ക്യാൻസറിന്റെ കാരണങ്ങൾ നിരവധിയാണ്, അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. അത് അരിയൻ ഡോക്ടർ അതിൻ്റെ കൂടി കുറച്ചുകൂടെ ആഡ് ചെയ്തു. പക്ഷെ അത് ഡോക്ടർ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. പക്ഷെ വാക്സിന്റെ കാര്യത്തിൽ കൂടുതൽ സ്ട്രെസ് ചെയ്തതുപോലെ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം വന്നത്. തീർച്ചയായും വളരെ നല്ല ഒരു സെഷനായിരുന്നു. ഇതിന്റെ ഒരു രണ്ടാം ഭാഗം തീർച്ചയായും നമുക്ക് വേണം. അപ്പൊ അതില് ഡോക്ടർ ഒന്നുകൂടെ ഡോക്ടർ സൗകര്യത്തിന് ഒരു സമയം തന്ന് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ക്യാൻസറിനെ കുറിച്ച് അറിയാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ഡോക്ടർമാർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഹൃദയം തുറന്നുള്ള സംസാരം എങ്ങും കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാവരും ക്യാൻസറിന് ചികിത്സയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ മരുന്ന് നോക്കി ഈ മരുന്ന് നോക്കൂ എന്ന് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് ആ മരുന്ന് കൊടുത്തു, എങ്ങനെ അത് കൊടുക്കണം, അതിന് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഇതുപോലെ അനുഭവമുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയും തരണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി എൻ്റെ പേരിലും IFBHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രീത ഉണ്ണി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. നന്ദി ഡോക്ടർ ധനേഷ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.